ഈ ജിറാഫ് പോട്ട് ഇങ്ങനെയായതിന്റെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. പിൻട്രസ്റ്റിൽ ജിറാഫ് പോട്ടിന്റെ ഒരു വീഡിയോ കണ്ട പിന്നെ ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. പിന്നെ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് വീഡിയോ കണ്ടപ്പോൾ അത്ര ഈസി അല്ലെന്ന്. പിന്നെ തുടങ്ങിയതല്ലേ, ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ച് ഇരുന്ന്. ഇതെന്റെ 3ാമത്തെ ട്രൈ ആയിരുന്നു. മുമ്പൊക്കെ ചെയ്യുന്ന ഇതെല്ലാം നേരെ ഓക്കെ ആയിട്ട് വരും. പിന്നെ ഈ കാല് വെക്കുന്ന ഈ പ്രോസസ് ഇല്ലേ, ഇവിടെ എത്തുമ്പോഴാണ് ചെറുതായി ഒന്ന് പണിപാളല്. ഈ കാല് വെക്കുന്ന സമയത്ത് നമ്മുടെ പോട്ടിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരെയാക്കുമ്പോഴേക്ക് കാല് മുടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് 3ാമത്തെ ട്രൈ ആയിരുന്നു. ഇതിൽ പോട്ട് ഞാൻ നല്ലവണ്ണം തിക്കായി തന്നെ ചെയ്ത്, എന്നിട്ട് ഞാൻ കാലും വെച്ചു കൊടുത്ത്. ഇതുവരെ എല്ലാം നന്നായിട്ട് വന്നു. പിന്നെ കുറച്ചൊന്ന് ഡ്രൈ ആവട്ടെ പറഞ്ഞിട്ട് അവിടെ വെച്ചു. എന്നിട്ട് ജിറാഫിന്റെ ഫേസും കഴുത്തെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് കൂടി കമന്റ് ചെയ്യൂട്ടോ. ഇനി ഈ ജിറാഫിന്റെ കഴുത്ത് ഈ പോട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കലായിരുന്നു ടാസ്ക്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. ഇതെന്താവൂന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ കുറച്ച് വെപ്രാളത്തിൽ ഒന്ന് പ്രസ്സാക്കി പോയി അവിടെ വെച്ച് ജിറാഫിനെ. കാലപ്പം തന്നെ ഒടിഞ്ഞു പോയി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ വീണ്ടും കാല് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ശേഷി എനിക്കപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് നിർത്തി. താഴെ ചെറുതായിട്ടൊരു കാലിൻ്റെ ഷേപ്പ് പോലെ വെച്ച് പിന്നെ ഞാൻ സ്റ്റോപ്പാക്കി. ഇത് എത്ര സമയം കൊണ്ടായിരിക്കും ഞാൻ ചെയ്തതെന്ന് ഒന്ന് ഗസ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. താങ്ക് യു.